അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു നാള് ബഹുമാനപ്പെട്ട സഫിയ ബീബി റളിയല്ലാഹു അൻഹ ഖൈബറിലെ ഒരു കൊട്ടാരത്തിൽ ഇങ്ങനെ കിടന്നു ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു നല്ല കിനാവ് കണ്ടു. കിനാവ് എന്തിനു ചൊന്നേണ്ട കണ്ടെങ്കിൽ ആകാശത്തിൽ നിന്നിട്ടുള്ള ഒരു ചന്ദ്രൻ, ഒരു നിലാവ് വന്നിട്ട് എന്തോട് ബഹുമാനപ്പെട്ട സൊഫിയ ബീവിരെ ആ ഒരു മടിയിൽ എന്തോട് വന്നിട്ട് ബുൾഡു. ഈ ഒരു കിനാവ് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് ബഹുമാനപ്പെട്ട സൊഫിയ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ എഞ്ചിട്ട് തന്റെ മാപ്പിളായ കിനാനെട്ട് ചൊല്ലു, ഞാൻ ഇങ്ങനത്തെ ഒരു കിനാവ് കണ്ടാൻ ചൊല്ലു. ഈ സന്ദർഭത്തിൽ കിനാൻ എന്താക്കറ് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹരെ മുഖത്ത് ഒരു അടി അടിക്കണം. ഈ അടി അടിച്ചതോടു കൂടി ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹുവിന്റെ കെപ്പൽ എന്തോട് അച്ചുമുണ്ട്, ഒരു പച്ച മാർക്കമുണ്ട്. അത്രക്കും ഒരു വലിയൊരു അടിയാണ് ആരടിച്ചത്, കിനാന അടിച്ചത്. എന്തൊക്കെ പേനായിട്ടിക്കോ കിനാന ബഹുമാനപ്പെട്ട സൊഫിയ ബീവി റളിയല്ലാഹു അൻഹ മുഖത്ത് കടിച്ചത്, അതിലെ ആ ഒരു കിനായുടെ അർത്ഥം എന്തായിരിക്കും? ഇങ്ങനെയുള്ള ബഹുമാനപ്പെട്ട സൊഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രമായിട്ടിക്കറ് ഉണ്ട് നങ്ങ എന്താക്കരുത് നോക്കോ പോണ്ടത്. മദീനയില് ജൂതഗോത്രായ ബനു നളീർ കുടുംബത്തിലാണ് ബഹുമാനപ്പെട്ട മഹ്ദി സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ എന്താവിടത് ജനിക്കരുത്. ബാപ്പറ പേര് ഹുയ്യ ബിൻ അഖ്താബറയും അതേപോലെ ബറ ചൊല്ലെങ്കിൽ മോളായിട്ടാണ് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ എന്താവിടത് ജനിക്കരുത്. ഇങ്ങനെ പരമ്പര ചൊല്ലത് ഒരു ജൂത കുടുംബമാണല്ലേ. ഇങ്ങനെ പരമ്പര പോയിട്ട് എത്തുന്നത് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമരെയും ലൗനായ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമരെ ആ ഒരു കുടുംബ പരമ്പരയിലാണ് ആര് ജനിക്കരുത്? സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ജനിക്കരുത്. ഏതായാലും ഈ ഹുയ്യ ബിൻ അഖ്താബ് ചൊല്ല ആള് ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു ശത്രുവായിട്ടാണ് ഇന്നത്. അങ്ങനെ ചെറിയൊരു മദീനയിലുണ്ടായ ചെറിയൊരു പ്രശ്നം കാരണമായിട്ട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലുകയാനായിട്ടുള്ള ശ്രമം നടത്തി ആ ഒരു ചെറിയൊരു പ്രശ്നം കാരണമായിട്ട് മദീനത്തെ അവിടെയാണ് പോണ്ടതാണ്. അങ്ങനെ മദീനത്തെയോടെ പോണ്ട ഖൈബറിലാണ് പോണ്ടത്. അങ്ങനെ ഖൈബറിൽ പോയിട്ട് വലിയൊരു ആൾ അവിടുതാണ് വലിയൊരു ആളായിട്ടാണ് പിന്നെ ഇക്കടത് ബഹുമാനപ്പെട്ട സഫിയ ബീബി റളിയല്ലാഹു അൻഹ ഇക്കടത്. അതായത് ഖൈബർക്ക് ഈ ഹുയ്യയിൽ പോയിട്ട് അവിടെ വലിയൊരാളായിട്ട് അങ്ങനെ അവിടെ ഒരു രാജകുമാരിയായിട്ടാണ് ആരിക്കടത് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ഇക്കടത്. സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ പരിശുദ്ധമായ ഇസ്ലാമിനോട് ചെറിയ വയസ്സിൽ എന്തെന്തോറ് ഇഷ്ടം. അതുക്കുള്ള കാരണം എന്ത് ചൊന്നിട്ട് കണ്ടെങ്കിൽ ഒരു നാള് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹുവിന്റെ ബാപ്പ ഹുയ്യയും അതേപോലെ കുഞ്ഞാബായ യാസിറും ആരെ കാണുകൊണ്ട് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകൊണ്ടാണ്. അങ്ങനെ കണ്ടിട്ട് വന്നിട്ട് ഇങ്ങെന്താക്കറ ജണ്ടൽ മുണ്ടർ ഒരു രഹസ്യമായിട്ടാണ് മുണ്ടത്. ഈ മുണ്ടൽ ആരെ കേൾക്കത്? ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ കേൾക്കണം. ഈ സന്ദർഭത്തിൽ സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ചെറിയാണ് എന്ത് ചൊന്നിട്ട് കണ്ടെങ്കിൽ, അതായത് കുഞ്ഞാബായ യാസിർ ഹുയ്യായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ ഞങ്ങള് വേദഗ്രന്ഥത്തിൽ ചൊന്നങ്കത്, അതായത് തൗറാത്തിൽ ചൊന്നങ്കത് ഈ പ്രവാചകൻ ഇയാളല്ലേണ്ടാണ് കേൾക്കുന്നത്. അപ്പൊ ഹുയ്യ ചൊല്ലു അതേ അള്ളാഹുവാണ് സത്യം, ഇയാളായിട്ട് ക്രിയത് ആ ഒരു പ്രവാചകൻ ചൊല്ലത്. യാസിർ കേൾക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഇനി ഞങ്ങളെ അഭിപ്രായം എന്താ, ഇനി ഞങ്ങളുടെ ഉദ്ദേശം എന്തിനാണ് കേൾക്കുന്നത്? അപ്പോഴാണ് ഹുയ്യ ചൊല്ലത്, അതായത് സൊഫിയ ബീബി റളിയല്ലാഹുവിന്റെ ബാപ്പാണ് ചൊല്ലത്, അള്ളാഹുവാണ് സത്യം, ഞാൻ ജീവത്തിൽ ഇക്ക കാലത്തോളം എൻ്റെ ഏറ്റവും വലിയ ശത്രു ആരായിട്ടേക്കർ മുഹമ്മദ് ആയിട്ടേക്കറാണ് ചൊല്ലത്. അപ്പോൾ ഈ ഒരു സംഭാഷണം കേട്ടെങ്കിൽ സൊഫിയ ബീവി റളിയല്ലാഹു അൻഹക്ക് ഇസ്ലാം ഒരു പരിശുദ്ധമായ മതം ചൊന്നിട്ടും അതേപോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അള്ളാഹുടെ റസൂലുണ്ടും എന്തായിട്ടിന്ത് ഗൊന്തായിട്ടിന്ത്. അങ്ങനെ ഒരു ചെറിയൊരു പെരുസ ഫസ്റ്റിಗೆ ഇസ്ലാമിരട്ടിಗೆ ആറുകിന്ത് ബഹുമാനപ്പെട്ട സൊഫിയ ബീവി റളിയല്ലാഹു അൻഹക്ക് ഇന്ത്. അങ്ങനെ ഖൈബറിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സൊഫിയ ബീവി റളിയല്ലാഹു അൻഹ സല്ലാം ഇബ്നു മിഷ്കം ചൊല്ല ഒരാൾ എന്താവും മങ്ങിലോട്. അങ്ങനെ മങ്ങിലായിട്ട് കുറെ നാൾ എന്തായിട്ട് പോയാൽ പിന്നെ ഇങ്ങനെ എന്താവില്ല ആ ഒരു ബന്ധ സമപ്പുണ്ടല്ല. അങ്ങനെ എന്താ അവിടെ ഒരു വേർപീരീഡ്, അതായത് ഡൈവേഴ്സ് ആവും, തൊലാഖാവും. അങ്ങനെ രണ്ടാമതായിട്ട് കിനാനബന അബി ഉഖൈഖ് ചൊല്ല ആളാണ് മങ്ങിലോടത്. ഇതോടെ ഖൈബറിലാണ്. അങ്ങനെ ഖൈബറിൽ ഇക്കടെ സന്ദർഭത്തിൽ പിന്നീട് എന്തോട് ഇസ്ലാമുകളായിട്ട് ഖൈബർ യുദ്ധം നടക്കരുത്, അതായത് മുസ്ലിമായിട്ടും ഖൈബർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ കിനാൻ എന്താവും മരിക്കരുത്. കിനാൻ അപ്പൊ ശത്രുപക്ഷത്തിലാണ്. അങ്ങനെ കിനാന മരിച്ച സന്ദർഭത്തിൽ അതിൽ ഖൈബറിൽ എന്താവും മുസ്ലിമീങ്ങൾക്ക് വിജയ് കിട്ടും. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വിജയ് കിട്ടിയ സന്ദർഭത്തിൽ അങ്ങ് ഒരുപാട് വസ്തു കിട്ടുക, ഖനീമത്ത് സ്വത്തായിട്ട് കിട്ടും. അപ്പൊ ഈ ഖനീമത്ത് സ്വത്തായിട്ട് കിട്ടുന്ന സന്ദർഭത്തിൽ ആരാണ് കിട്ടുന്നത്? ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ അടിമയായിട്ടാണ് കിട്ടുന്നത്. അതായത് ഒരു യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിൽ ഒരു യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ജാഗയിൽ കിടങ്ങിയത് സാമാന്, അതായത് അവിടേക്ക് വസ്തു ആവട്ടു അതേപോലെ ആൾക്കാരാവട്ടെ, ഇങ്ങനെ ആരധീനത്ത് ബണ്ട് ഈ വിജയിച്ചെങ്കിൽ അധീനത്ത് ബണ്ട്. അങ്ങനെ വിജയിച്ചെങ്കിൽ അധീനത്തിൽ ബണ്ട് ഒരാളായിട്ട് കിടാറ് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ. അങ്ങനെ പിന്നീട് ഇസ്ലാമിക അത് എന്ത് ഒരു
അടിമയായിട്ടാണ് കിട്ടരുത്. അങ്ങനെ മുസ്ലിമിങ്ങളുടെ പക്കൽ കിട്ടിയാകുമ്പോൾ എല്ലാ ആൾക്കാർക്കും, അതായത് യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാർക്ക് എന്താ അവിടെ കിട്ടുക, ഖനീമത്തായിട്ട് കുറെ വസ്തു കിട്ടില്ല. അങ്ങനെ ഖനീമത്തായിട്ട് ബഹുമാനപ്പെട്ട സഫിയ ബീബി റളിയല്ലാഹു അൻഹ എന്താ അവിടെ ദഹീദ് ഖൽബ് ചൊല്ല് സ്വഹാബിക്ക് എന്താ അവിടെ കിട്ടുന്നതാണ് ഫസ്റ്റ് കേട്ട്. അങ്ങനെ കിട്ടുന്ന സന്ദർഭത്തിൽ സ്വഹാബിങ്ങല്ല ചൊന്നാർ നബിയുടെ ചൊന്നാർ നബിയെ, ഈ സഫിയ ബീബി റളിയല്ലാഹു അൻഹ ഏറ്റവും വലിയ കുടുംബത്തിൽപ്പെട്ട ആളല്ലേ, ബനൂ നളീറ കുടുംബത്തിൽ ഏറ്റവും വലിയ ഒരാളുടെ മോളാണ്, അതായത് അവിടെ ഒരു രാജകുമാരിയായിട്ട് ജീവിച്ച ഒരാളാണ്. അപ്പോൾ സ്വഹാബിങ്ങൾ ചൊല്ലർ നബിയെ നിങ്ങൾ എന്താക്കോറു സഫിയ ബീബിയെ നിങ്ങൾ എന്താക്കോറു അടിമയായിട്ട് എടുക്കോറും ചൊല്ലാർ. ഇത് ഖൽബ് റളിയല്ലാഹു അൻഹു വേറെ ഒരു പെണ്ണട് കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അടിമയായിട്ട് ആരെ കൊടുക്കുന്നതാണ്, ബഹുമാനപ്പെട്ട സഫിയ ബീബി റളിയല്ലാഹു അൻഹ കൊടുക്കുന്നതാണ്. അങ്ങനെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഫിയ ബീബി റളിയല്ലാഹു അൻഹ കിട്ടിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് ഓപ്ഷൻ കൊടുക്കും. അതായത് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് എന്താക്കുക, ഇതേ ജൂതമതത്തിൽ എന്താക്കുക തുടരാം, നിന്റെ നാണ് എന്താക്കുക ഇതൊക്കെ ചൊല്ലും, അത് നിന്റെ ഈ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുക, നിങ്ങൾക്ക് എന്താക്കുക നിങ്ങളുടെ കുടുംബത്തിൽ പോയിട്ട് ജീവിക്കാൻ ചൊല്ലും. ഇല്ലാണ്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക ഇസ്ലാം സ്വീകരിച്ചത് നിന്റെ ഭാര്യയായിട്ട് നിങ്ങൾക്ക് എന്താക്കുക, നിന്റെ പെഞ്ഞായിട്ട് നിങ്ങൾക്ക് ജീവിക്കാണ്ട് ആറ് ചൊല്ലും, ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും. ഈ രണ്ടിൽ ഏത് വേണം നിങ്ങൾക്ക് ഓപ്ഷനാണ്, ഏത് വേണമെങ്കിൽ എടുക്കുക ചൊല്ലും. അപ്പോൾ ബഹുമാനപ്പെട്ട സഫിയ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലും, അള്ളാഹുവിൻ്റെ പ്രവാചകരെ നാണ് എന്താക്കുക നിങ്ങൾ എൻ്റെ ഇസ്ലാമിൽ വിളിക്കുന്ന മുന്നിൽ എനക്കെന്തുകൊണ്ട് ഇസ്ലാമിൽ ഭയങ്കര ആശയുണ്ട്, അതുകൊണ്ട് ഞാൻ എന്താക്കുക ഇസ്ലാം സ്വീകരിച്ചിട്ട് നിങ്ങളെന്നാണ് മങ്ങിൽ അവിടെ ചൊല്ലു. അങ്ങനെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊക്കെ ചൊല്ലും, അതായത് അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുക. അതാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു മങ്ങിലത്തേക്ക് മഹറായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ സഹബ ചൊല്ലിയ ഒരു ജാഗ, അതായത് ഖൈബർ മദീനത്ത് പണ്ട ഒരു ജാഗയാണ് സഹബ. ചെറിയൊരു അരുവി ഉള്ളെങ്കിൽ, ഒരു ചെറിയ തോട് ഒരു പൊല ഉള്ളെങ്കിൽ ജാഗയാണ് ഈ സഹബ. അവിടെ വെച്ചിട്ടാണ് എന്താ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ അവിടുന്ന് മങ്ങിലവിടുന്നു. ഈ സഫിയ ബീബി റളിയല്ലാഹു അൻഹ കിട്ടിയ സന്ദർഭത്തിൽ സഫിയ ബീബി റളിയല്ലാഹു അൻഹ ചെറിയൊരു ബേജാറിന്ത്, അതായത് ബാപ്പവും എന്തായിട്ട് കൊല്ലപ്പെട്ട്, അതേപോലെ മുന്നത്തെ മാപ്പിള എന്താ കൊല്ലപ്പെട്ടിട്ട് ഈ ഒരു ചെറിയൊരു ബേജാറിന്ത്. ഈ സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരട്ടെ സഫിയ ബീബി റളിയല്ലാഹു അൻഹയോട് ചൊല്ലും, അതായത് നിന്റെ ബാപ്പ നിന്റെ കൊല്ലപ്പെടുത്തുകയുള്ള ആ ഒരു സാഹചര്യം. അപ്പോൾ അതേപോലെ ഖൈബറിലാക്കി എനിക്കത്, അതായത് ഖൈബറിലുള്ള എനിക്കത് ശത്രുക്കൾ ഇസ്ലാമിട്ട് കാട്ടി എനിക്കത് ചില എന്താ ശത്രുത, അങ്ങനെ ഇതെല്ലാം ചൊന്നിട്ടു. ഇത് ചൊന്നപ്പം ബഹുമാനപ്പെട്ട സഫിയ ബീബി റളിയല്ലാഹു അൻഹു തൻ്റെ ബാപ്പ ആക്കിയത് വലിയ വലിയ ചതി എന്തായത് ബഹുമാനപ്പെട്ട സഫിയ ബീബി റളിയല്ലാഹു അൻഹു ഗൊന്തായത്. അങ്ങനെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ലോണം പൊരുത്തപ്പെട്ട മങ്ങിലായിട്ട് നല്ല രീതിയിലാണ് ആറ് ബഹുമാനപ്പെട്ട സഫിയ ബീബി റളിയല്ലാഹു അൻഹ ആരട്ട് ജീവിക്കുന്നത്, ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്താക്കരുത് ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെ സന്ദർഭത്തിൽ, അതായത് ഫസ്റ്റത്തെ നാൾ മങ്ങിലായി അണ്ടത്തെ ആ ഒരു ജാവുർക്കും ബഹുമാനപ്പെട്ട സഫിയ ബീബി റളിയല്ലാഹു അൻഹയെ മുഖത്ത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കിയ സന്ദർഭത്തിൽ ഒരു കപ്പൽ ഒരു മാർക്ക് കണ്ട്, ഒരു അടിച്ച ഒരു മാർക്ക് കണ്ട്, ഒരു പച്ച മാർക്ക് കണ്ട്. ആ സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കട എന്തിനാണ് ഈ ഒരു മാർക്ക് ഉണ്ട് കേൾക്കട. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സഫിയ ബീബി റളിയല്ലാഹു അൻഹ ആ ഒരു കഥ ചൊല്ലത്. അതായത് നബിയെ നാൻ ജാവ് ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ നക്കൊരു കിനാവ് കണ്ടത്, ഒരു നിലാവ് ആകാശത്ത് മത്ത് എൻ്റെ മടിയിൽ വന്ന് ദയിക്കറങ്ങിയത് ഒരു കിനാവാണ് കണ്ടത്. ഈ കിനാവ് ഞാൻ ആരുടെ ചൊന്ന സുബൈക്ക് വെച്ചിട്ട് കിനാനട്ടിക്ക് ചൊന്ന, അതായത് മുന്നത്തെ മാപ്പിളട്ടിട്ട് ചൊന്ന. ഈ സന്ദർഭത്തിൽ കിനാന കേക്കിട അപ്പാണ് കിനാന കേക്കിടത്, നിക്ക് മദീനത്തെ രാജാവ് നിക്ക് മങ്ങിലാവണല്ലേ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിക്ക് മങ്ങിലാവണല്ലേ ചൊന്നിട്ടാണ് എന്തായത് ആ ഒരു കെപ്പ എന്താക്കിയത് അടിച്ചത്. ആ ഒരു മാർക്കാണ് വന്നത്. അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മങ്ങിലാവുടുಂಟು ആರಿಗೆ ಗೊಂತಿಂತ ബഹുമാനപ്പെട്ട സഫിയ ബീബി റളിയല്ലാഹു അൻഹ ಗೊಂತಿಂತ, അതായത് ഇസ്ലാം സ്വീകരിക്കാണ്ട് മുന്നലേ ಗೊಂತಿಂತ, അതായത് ഈ കിനാവ് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തതാണ്. അങ്ങനെ പിന്നീട് പരിശുദ്ധമായ ഇസ്ലാം വന്നൽ പിന്നെ നല്ലോണം ഇസ്ലാം ദീനിൽ നല്ലോണം വിശ്വസിച്ച് നടന്നെങ്കിത്ത ഒരാളാണ് ആറ് ബഹുമാനപ്പെട്ട സഫിയ ബീബി റളിയല്ലാഹു അൻഹ. അതുമാത്രമല്ല ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മങ്ങിലാവലോട് കൂടി എന്തായിട്ട് മുഅ്മിനീങ്ങളെ ഉമ്മയായിട്ടാണ് പോയത്. അതായത് അത്ര വലിയ ഒരു പദവിയാണ് പിന്നീട് ആറ് കിട്ടിയത്, ബഹുമാനപ്പെട്ട സഫിയ ബീബി റളിയല്ലാഹു അൻഹക്ക് കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രക്കും പിർസാണ് ആറിട്ട് ഉണ്ടായത്, സഫിയ ബീബി റളിയല്ലാഹു അൻഹയുടെ ഉണ്ടായത്. പിന്നീട് നല്ല രസകരമായ കാര്യം ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ എന്തായി നടന്നിട്ട്, അതേ സഫിയ ബീബി റളിയല്ലാഹു അൻഹ
കൊണ്ടിട്ടു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും സൊഫിയ ബീബി റളിയല്ലാഹു അൻഹയായിട്ട് ഒരുപാട് സംഭവമൊക്കെ നടന്നിരും. അങ്ങനെ അതിൽപ്പെട്ട ഒരു സംഭവമായിട്ടേക്ക് ഇനി ചൊല്ലുകൊണ്ടത് ഈ ഖൈബർ യുദ്ധമായിട്ട് പണ്ട് ഈ ഒരു സന്ദർഭത്തിൽ മദീന ഫുള്ളായിട്ട് കൊണ്ടത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതിയൊരു മങ്ങിലായൊരു പുതിയൊരു പെണ്ണുമായിട്ടാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് ബണ്ടേണ്ട ഒരു വിഷയം കിട്ടിയത്. ഈ ഒരു സന്ദർഭത്തിൽ സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ഭയങ്കര സുന്ദരിയായ ഒരു പെണ്ണായിട്ട് സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ. അങ്ങനെ ഇക്കടെ സന്ദർഭത്തിൽ മദീനത്തേക്ക് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ വന്ന സന്ദർഭത്തിൽ നുഅ്മാൻ റളിയല്ലാഹുവിന്റെ ഔത്തിലാണ് ആരുന്നത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങും അതേപോലെ സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ഇന്നത്. അപ്പോൾ മദീനത്തുള്ളത് എല്ലാ പെണ്ണിങ്ങും എന്താക്കിയാൽ സൊഫിയ ബീബിയെ കാണുമെന്ന് കാരണം അത്രക്കും ചന്താണ്. അതല്ലാണ്ട് ഒരു ജൂത പെണ്ണുമായിട്ട് ഇന്നത് കൊണ്ട് അങ്ങനെ കാണണം പിടിക്കണോണ്ടാണ് എന്തായത് ഈ എല്ലാ പെണ്ണിങ്ങും വന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ നോക്കണം എന്നുള്ള ഒരു ആശ കൊണ്ടിട്ടും എങ്ങനെ ഉണ്ട് നൻ്റെ കാൽ ചന്തോണ്ടാ ഇല്ലേ ആ ഒരു കാര്യം നോക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കറ് നിഖാബെല്ലാം ധരിച്ചിട്ട് അതായത് മുഖെല്ലാം മറിച്ചിട്ട് ഒരു ആൾ വേഷം മാറിയിട്ടാണ് ബണ്ടത്. ആരും നോക്കോ സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ നോക്കോ ബെന്നിട്ട് ബണ്ടത്. അതായത് ആൾമാർ ബാക്കിയുള്ള ആൾമാർ ബണ്ടത് പോലെ ആറ് ബണ്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ബണ്ടത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൊന്തില്ലാത്ത പോലെയാണ് ബണ്ടത്. അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കറ് ബണ്ട് വന്നിട്ട് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹയുടെ കീല് പിടിച്ച് മേൽ ഫുള്ള് നോക്കുറു എല്ലാം നോക്കിയിട്ട് എന്താക്കുക മെല്ലെ ഔത്തെ പോകേണ്ട സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഗുർത്ത കിട്ടും. അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മെല്ലെ ബാക്കിൽ പോയിട്ട് എന്താക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുണി പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുക. അങ്ങനെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മെല്ലെ ബാക്കിൽ പോയിട്ട് ഓ ഹുമൈറ നീ അവളെ എങ്ങനെ കണ്ടായിട്ട് കേൾക്കട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ പിരിസത്തിൽ വിളിക്കുന്ന പേരാണ് ഹുമൈറ ചൊന്ത്. അതായത് ഓ സുന്ദരി നീ അവളെ എങ്ങനെ കണ്ടാണ്ടാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആരുടെ കേൾക്കുക ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കേൾക്കുക. അപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്നൊരു അർത്ഥമുണ്ട്. അതായത് മങ്ങിലായിട്ട് വന്നു പുതിയൊരു പെണ്ണല്ലേ. അപ്പോൾ ആയിഷ ബീബി അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെഞ്ഞയല്ല ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അപ്പോൾ ചെറിയൊരു മങ്ങിലായ സന്ദർഭം പിന്നൊരു പെഞ്ഞയരോട്ടേക്ക് ചെറിയൊരു അർസം കാര്യമായിക്കില്ല. അപ്പോൾ ആ ഒരു അർസവും പിരിസവും കൂടിയിട്ട് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഗൗരവത്തിൽ ചൊല്ലു ഞാനൊരു ജൂത പെണ്ണറാണ് നോക്കിയതുണ്ട് ആരെ ചൊല്ലു ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലു. അതായത് സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ഒരു ജൂതയായ ഒരു പാരമ്പര്യത്തിൽ വന്ന പെണ്ണല്ലേ. അപ്പോൾ ആണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തിൽ ചൊല്ല ആയിഷ നീ അങ്ങനെ ചൊല്ലണ്ട. കാരണം പരിപൂർണമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ഒരു പെണ്ണായിട്ട് കയറി അതേപോലെ പരിപൂർണ്ണ ഇസ്ലാമിൽ ജീവിച്ചുകൊണ്ടില്ലെങ്കിൽ ഒരു പെണ്ണാണ്. അതുകൊണ്ട് നീ എന്താക്കണ്ട അങ്ങനെ ചൊല്ലണ്ടായിട്ടാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കരുത് ചൊല്ലത്. അതായത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അങ്ങനെ ആക്കുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എൻ്റെ മേലുള്ള പിരിസ് പോയി പോകും എന്നുള്ളൊരു പേടി കൊണ്ടിട്ടാണ്. അതേപോലെ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വേഷമാരിട്ട് പോകണമുള്ള കാരണം. പിന്നീട് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലു ശരിക്കും സൊഫിയ ബീബി എന്താണ് ഭയങ്കര സുന്ദരിയായ ഒരു പെണ്ണിട്ടാണ് ആറ് പിന്നെ സമ്മതിക്കറ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കറ് സമ്മതിക്കറ്. ആദ്യം ഒരു ചെറിയ അരസ് ഇന്നുണ്ട് കണ്ടെങ്കിൽ പിന്നീട് ഏറ്റവും വലിയ ഫ്രണ്ട്സായിട്ടാണ് ആറ് പോകേണ്ടത് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും അതേപോലെ സൊഫിയ ബീബി റളിയല്ലാഹു അൻഹയും പിന്നെ ഭയങ്കര ചങ്ങായിമാർ അവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അത്രയ്ക്കും പിന്നെ ബാന്ധവ്യം ഉണ്ടാവും. അതുക്കുള്ള ഇൻഷാ അല്ലാഹ് അതുക്കുള്ള പറ്റിയ സ്റ്റോറി പിന്നെ ഞാൻ എന്താക്കുക ചരിത്രം പിന്നെ ഞാൻ എനിക്ക് ചൊല്ലട്ടെ. അതേപോലെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും അതേപോലെ സൊഫിയ ബീബി തമ്മിലുള്ള പിന്നൊരു വിഷയം എന്തൊരു ചെന്ന് കണ്ടെങ്കിൽ സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ഫുഡ് ആക്കുന്നതിൽ നല്ല ഉഷാറാണ്. അത് നല്ല രുചികരമായ ഫുഡ് ആക്കുന്ന ആളായിട്ട് എന്താ ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ അത് ആരും സമ്മതിച്ചത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും സമ്മതിച്ചത്. ഒരു നാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഔത്തിലിക്കടെ സന്ദർഭത്തിൽ സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കിയത് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തത് പായസം ചൊല്ലു അല്ല വേറെന്തെങ്കിലും ഒരു സാധനം എന്താ ആക്കി കൊടുക്കും. അങ്ങനെ ഒരു പാത്രത്തിൽ ഒരു ഇടത്തിലാക്കിയിട്ട് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒത്തുക്ക് എടുത്തോട്ട് കൊടുക്കുന്നതാണ്. സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ബാക്കിയുള്ള പെഞ്ഞായിമാർക്കും എന്താക്കി കൊടുത്തു എനിക്ക് അങ്ങുള്ള വേണ്ടി നല്ല നല്ല ഒരു ഐറ്റം എല്ലാം ആരാക്കി കൊടുത്തു സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ആക്കി കൊടുത്തിട്ട് ഇന്ത് അങ്ങനെ ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ടത്തേക്ക് ഈ ഒരു ഭക്ഷണം എടുത്തു പോയ സന്ദർഭത്തിൽ അർസത്തിൽ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കുക ആ ഒരു ഇടത്ത് എന്താക്കുക തട്ടിട്ട് കീലിടുക. അത് കീല് പൂണ്ട് എന്തിനാ ഈ ഒരു ഇട എന്താ കീല് പൂണ്ടിട്ട് ഇട എന്താ പൊട്ടു. അങ്ങനെ ആ ഇടക്കീല് കൊണ്ട് എല്ലാ ഇട എന്തോട് പൊട്ടറിന് മാത്രമല്ല ആ ഒരു ആക്കിങ്കത്തെ പായസം അതെന്തോണം കീല് പൂള്ളു ആ ഒരു ഭക്ഷണം കീല് പൂള്ളു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചിരിച്ചിട്ട്
ചൊല്ലു നിങ്ങൾ ഉമ്മക്ക് എന്തായിടാ അസൂയ ബന്നർ നിങ്ങൾ ഉമ്മക്ക് ചെറിയൊരു നഞ്ചിപ്പോൾ ഉണ്ടുണ്ട് ആര് ചൊല്ലു ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കിയിട്ട് ആ കീലുപുണ്ടെങ്കിത്തെ ആ ഒരു ഭക്ഷണത്തെ എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ തിണ്ടുത്തുണ്ടാണ് ചൊല്ലത്. അതേപോലെ ആ സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അടുത്തു നീ ഈ ഒരു ഇട പൊട്ടിച്ചത് കൊണ്ടിട്ട് നീ എന്തൊക്കെ ഒരു പുതിയൊരു ഇട എന്താക്കണോ കൊടുക്കണോണ്ടാണ് ആ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലത്. അതേപോലെ അതിൽ പിന്നെ ഒരു കഥ എന്തൊരു ചൊന്നുണ്ട് കണ്ടെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചെറിയൊരു ഇത് ഭക്ഷണത്തെ എന്താക്കിയിട്ട് സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ മുഖത്ത് തേച്ച് കൊടുത്തുത്താണ്ട് ഇത് മാവ് ഈ പൊടിയെല്ലാം ഉണ്ടല്ലേ ഇതിലെ 10 രൂപ പൊടിയല്ലല്ലോ അങ്ങനത്തെ പൊടി ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ മുഖത്ത് ഇങ്ങനെ തേച്ച് കൊടുത്തുത്താണ്ട് ഇത് കണ്ടെങ്കിലത്തെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായത് സൊഫിയ ബീബി അടിച്ചോണ്ട് നീനും ഒരുത്തിൽ പൊടിയെടുത്തിട്ട് ആരെ മുഖത്ത് ആക്കുക ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് കാക്കുക. അങ്ങനെ ഇങ്ങനെ ജണ്ടാലും മുഖത്ത് പൊടി ആക്കിയിട്ട് കളിച്ചാറുണ്ടാണ്. ഈ സന്ദർഭം ഇത് കണ്ടിട്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കിയിട്ട് ചിരിച്ചിട്ടുണ്ടാണ് ചരിത്രത്തിൽ എന്താക്കുന്നത് ചൊല്ലത്. അപ്പൊ അങ്ങനത്തെ ചെറിയ ഗലാട്ടയും കാര്യം എന്തിട്ട് നടന്നത് ആ ഒരു കുടുംബത്തിൽ അവർ പിരിസമായിട്ടുള്ള ചെറിയ ഗലാട്ടൽ എന്തായിരുന്നു ആ ഒരു കുടുംബത്തിൽ എന്തായാലും നടന്നിട്ടാണ് ചരിത്രകാരന്മാർ നമുക്ക് എന്താക്കി പഠിപ്പാട്ടി തണ്ടത്. അതേപോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ഒരു നാല് സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ എന്ന പുൽപ്പിട്ടുകൊണ്ട് വന്നിട്ട് ഒരു വിശേഷമുണ്ട്. അതായത് നബി നന്റെ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അതേപോലെ ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കി ഒരു തമാശാക്കിയുള്ളത് അതായത് നീ ഒരു ജൂത പെണ്ണ് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിൽ ഏറ്റവും ഇതുള്ളത് അതായത് ഏറ്റവും ബലമുള്ളത് നക്കായിട്ടിക്കറിട്ട് ആറ് ബഹുമാനപ്പെട്ട ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹ അതേപോലെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കിയിട്ടുള്ള തമാശാക്കിയുള്ള നബിയായിട്ടാണ് ചൊല്ലത്. ഒരു ബേജാറിൽ വന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചൊല്ലത്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും എന്നാൽ നിന്റെ അങ്ങനെ തമാശാക്കരങ്ങളുടെ നീന് പോയിട്ട് ചൊല്ലും ഏറ്റവും ഉന്നതിൽ ഉള്ള ആള് നാണായിട്ട് ഇക്കറാണ്ട് ചൊല്ലും. കാരണം ഈ ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ജൂതല്ലേ, അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അങ്ങനെയാണ് ചൊല്ലുന്നത്, ഒരു ജൂത പെണ്ണാണ്, അപ്പൊ നിന്റെ കാലം ഏറ്റവും ബലം ഉള്ളത് നങ്കാന്നിട്ടാണ് ചൊല്ലത്. ആ സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും നീ ഞങ്ങളുടെ പോയിട്ട് ചൊല്ലും അത് നന്റെ കുടുംബ ചൊല്ലത് നാൻ ആരായിട്ടിക്കട ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമരെ കുടുംബത്തിൽപ്പെട്ട ആളായിട്ടിക്കറ. അതേപോലെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമരെ മൂത്തോന്ന് ചൊല്ലത് അത് മൂസ നബി എന്തായിട്ട് കുറേ നബി ആയിട്ടിക്കറ. അതേപോലെ നിന്റെ മാപ്പിള ആറായിട്ടിക്കറ നബി ആയിട്ടിക്കറ. അപ്പൊ ഏറ്റവും വലിയ ഒരു ആൾ ആറായിട്ടിക്കറ നാനും ഉണ്ട് നീ എന്താക്കുക അങ്ങനെട്ടിക്ക് ചൊല്ലും. ഇങ്ങനെ ചൊന്നിട്ടാണ് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹയുടെ ആറ് സമാധാനാക്കട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കണത് സമാധാനാക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രയും പീസ കൊടുത്തിട്ടും അത്തരം സമാധാനത്തിലും എല്ലാവരും നല്ല രീതിയിൽ ഒരേപോലെയാണ് ആറ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കി നോക്കിക്കൊണ്ടിരുന്നത്. അതേപോലെ ഒരു നാൾ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതേപോലെ സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ അതേപോലെ ബാക്കി കുറേ പെഞ്ഞായിമാരുമായിട്ടുള്ള ഒരു യാത്രയാണ്. ഒരു വലിയൊരു യാത്ര പോകേണ്ട സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ഒരു വൺടെ എന്താ ഉള്ളതിൽ സ്ലോ പോകണം നടക്കുമോ തുടങ്ങിയത്, അതായത് സ്പീഡില്ല. ബാക്കി ഞങ്ങൾ വൺടെ ഭയങ്കര സ്പീഡിൽ പോയിട്ടുണ്ട്. ബഹുമാന സൊഫിയ ബീബി റളിയല്ലാഹു അൻഹയുടെ വാഹനത്തിൽ മെല്ലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ എതിരെതിരായിരിക്കുമ്പോൾ സൊഫിയ ബീബി റളിയല്ലാഹു അൻഹത്തിൽ ബാക്ക് ആയിട്ട് ബന്ധം. അപ്പോൾ ഇത് കണ്ട് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ബുൾപ്പുട തുടങ്ങിയത്, അതായത് ഇങ്ങനെ വിട്ടിട്ട് നാണ് പെറാവ് അവിടെ അല്ലേ എൻ്റെ വിട്ട് നബി സല്ലല്ലാഹു അലൈഹി എതിർ പോവല്ലേ എന്താ ആ ഒരു ബേജാറിൽ എന്താ ബുൾപ്പുട തുടങ്ങണം. ഈ ഒരു സന്ദർഭത്തിൽ ഇത് കണ്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കുക ഇഴിഞ്ഞ് വന്നിട്ട് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കുക സമാധാനാക്കട് എങ്ങനെ ചൊന്നെങ്കിൽ ബുൾപ്പൊട്ടുകൊണ്ടുള്ളെങ്കിലത്തെ സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ കണ്ണട തന്നിരുന്ന ഉരച്ചിട്ട് എടുത്തിട്ട് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ സമാധാനാക്കിയിട്ട് ബഹുമാനപ്പെട്ട സൈനബ ബീബി റളിയല്ലാഹു അൻഹയുടെ എന്താക്കുക ഒരു വേറെ കുറേ വൺടെക്കർ. അപ്പോൾ സൈനബ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലും ഒരു വൺടെ എന്താക്കുക സൊഫിയ ബീബിക്ക് കൊടുക്കും. അങ്ങനെ ഒരു വൺടെ എന്താക്കുക ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ കൊടുക്കും. അങ്ങനെ സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ എന്താവില്ല ഈ ഒരു വൺടര മേൽ പത്തുകാവില്ല. ഈ പത്തുക ആവാണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താക്കുക ദച്ച് കൊടുക്കും. ദച്ച് ചൊല്ലു നീ എന്താക്കുക തൻ്റെ കാല് ചവിട്ടിയിട്ട് അതായത് കാലം മുട്ടുക്ക് ചവിട്ടിയിട്ട് നീ എന്താക്കുക വൺടേക്ക് 10 ചൊല്ലു. അപ്പോൾ സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ എന്താവിടും ബേജാറോടും അതായത് സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കില്ല പേടിയോടും. സൊഫിയ ബീബി റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ആദരവ് കൊണ്ട് എന്താക്കില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലിൽ എന്താക്കില്ല ചവിട്ടില്ല. പിന്നെ എന്താക്കുക ചൊന്നെങ്കിൽ സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ കാല് മടക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടര മേൽ വെച്ചിട്ട് ഒരു ചെറിയ ബാലൻസ് ആക്കിയിട്ട് എന്താക്കറ് വൺടര മേൽ പത്തറ്. അങ്ങനെ വൺടര മേൽ പത്തിയാൽ പിന്നെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കറ് നബി തങ്ങളെ മേലിക്കിടങ്ങിട്ട് ഒരു അബൈ അതായത് ഒരു തുണി എന്താക്കറ് ആ വൺടയുടെ ചുറ്റും അതായത് മേല് ഫുള്ള് ചുറ്റിയിട്ട് ഒരു മര ആക്കിയിട്ട് കൊടുക്കണം. അതായത് ഇത് ഉമ്മ
ഉമ്മഹാത്തുൽ മുഹ്മിനീൻ പോണ്ടെങ്കിൽ ഒരു 110 ആൾക്കാർ ഗൊന്തോകുബേനായിട്ടാണ്. അങ്ങനെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അതായത് എത്ര ആൾക്കാർ ഇന്ന് പിന്നീട് മേലുള്ള പിരസവും അതിങ്ങനെ കാട്ടോണുണ്ടും എങ്ങനെ പെഞ്ഞേരെ നോക്കണുണ്ടെന്നുള്ള ആ ഒരു രീതി ആ ഒരു സന്ദർഭത്തിൽ എന്താക്കിയതാണ്, കാട്ടിക്കൊടുത്തതാണ്. അങ്ങനെ ആ ഒരു സംഭവം ഹബീബിന ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ നല്ലോണം ഇഷ്ടാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഭയങ്കര പിരസാവുകയും ഒരു കാരണമായിട്ട് എത്തും. അതേപോലെ നമ്മുടെ ചൊന്നല്ലേ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും അതേപോലെ സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ പിന്നീട് നല്ലൊരു ചങ്ങായിമാരായാറുണ്ട്. അതൊക്കെയുള്ള ഒരു കാരണമാണ് ചൊല്ലത്. അങ്ങനെ ഒരു നാൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് സൊഫിയ ബീബിയും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായത് അർസയത് ഒരു ചെറിയൊരു വിഷയത്ത് കാണാൻ അർസയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കുന്നത് മുൻഡ്രദത്തിൽ നിപ്പാട്ടിയിട്ട് അങ്ങനെ മുൻഡ്രദ് നിപ്പാട്ടിയിട്ടാകുമ്പോൾ ഇത് ആർക്ക് ഭയങ്കര ബേജറായി ആർക്ക് സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ അത് ജീവിതത്തിൽ ഭയങ്കര ബേജറായി. അപ്പൊ എങ്ങനെയെങ്കിലും എന്താവണു സൊഫിയ ബീബിക്ക് എന്താവണം ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുണ്ടോണം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൊഫിയ ബീബിട്ടിക്ക് മുണ്ടോണം. അപ്പൊ ഇതൊക്കെ ഒരു ഐഡിയ എന്ന നിലയിൽ എന്താക്കി നേരെ ആരമുട്ട പോയിത്ത് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹുവിന്റെ മുട്ട 6 പോയിത്ത് സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ പോയിത്ത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കണമെന്ന് ആയിഷ ബീബി ഇട്ട് ചൊന്നമേ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഇരട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയൊരു പിരിസെന്തല്ല. അങ്ങനെ ഈ സന്ദർഭത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലു ഓക്കെ ഞാൻ അത് എന്താക്കുക ശരിയാക്കി തണ്ട. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഇരട്ടിക്ക് സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലും നീ അങ്ങനെ സമാക്കി തന്നേണ്ട കണ്ടെങ്കിൽ നന്റെ 4 ബണ്ട് ഒരു 4 ഉണ്ടല്ലേ ആ 4 എന്താക്കുക നിക്കണാണ് തന്നേണ്ട ആറ് ചൊല്ലു ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലു. അതായത് ഓരോ 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ പെഞ്ഞായിമാരൗത്തുലാണ് ഇന്നത്. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു അർസ് സമാക്കി തണ്ടേണ്ട ആറ് ചൊന്തു ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചൊന്തു. അങ്ങനെ സൊഫിയ ബീബി ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകണ്ടെങ്കിൽ ആ ഒരു 4 ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആറ് കടത്തിയത് ബഹുമാനോട് സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ കടത്തിയത്. അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നല്ല സുഗന്ധമെല്ലാം ഇട്ടിട്ട് എന്താക്കിയത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുട്ട പോയിത്ത്. ഈ സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരട്ട് കേൾക്കറ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കേൾക്കറ ഉണ്ട് നിന്റെ 4 അല്ലല്ലേ പിന്നെ നീ എന്ത് കാണു ബന്ധതുണ്ട് ആര് കേൾക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കറ. അപ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നല്ല ഒരു ആയിഷ ബീബി തമാശ രൂപൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലും ഇത് അള്ളാഹുക്ക് ഇഷ്ടം ആൾക്കാർക്ക് അള്ളാഹു ഓരോരോ എന്ത് അനുഗ്രഹം കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ബേരിക്കുറുണ്ട് ആറ് ചൊല്ല ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലു രസകരമായിട്ടാണ് ഈ ചൊല്ലത്. അങ്ങനെ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കറ് ആ ഒരു അർസത്തെ എന്താക്കറ് സമാക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങും അതേപോലെ സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ സമാവിടെ അങ്ങനെ അത്രക്കും ഒരു പിരിസത്തിലും അങ്ങനെ ഒരു ഇണങ്ങിയും ചേർന്നിട്ടുമാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു കുടുംബജീവിതം ഇന്നതുകൊണ്ടാണ് ചരിത്രകാരന്മാർ നമുക്ക് എന്താ കാട്ടിത്തണ്ടത്. അങ്ങനെ ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വലിയ പിരിസയിന്ത് ചൊന്നാണ് കണ്ടെങ്കിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വഫാത്ത് അവിടെ സന്ദർഭത്തിൽ ഉണ്ടായെങ്കിൽ ആ ഒരു നമ്പലവും ആ ഒരു പണിയും കണ്ടിട്ട് സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ചൊന്നു ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആ ഒരു നൊമ്പല നക്ക് കിട്ടിയെങ്കിൽ എന്ത് നല്ല വന്ന് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൊമ്പല സഹിക്കുന്നത് ആർക്ക് കാണുകയായിട്ടില്ല എന്ന് സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ കാണുകയായിട്ടില്ല എന്ന് ഈ ഒരു സംഭവം ചൊന്നിട്ടാകുമ്പോൾ ആ ഒരു നമ്പല നക്ക് വന്നിട്ടുണ്ടെങ്കിൽ എത്ര നല്ല വന്ന് തീണ്ടി ചൊന്ന സന്ദർഭത്തിൽ ബാക്കി പെഞ്ഞായിമാരെല്ലാം എന്താക്കിടാറ് സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ മുഖം ഇങ്ങനെ നോക്കിടാറ്. ആ സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും സൊഫിയ ചൊന്നത് കറക്റ്റാണ്. സൊഫിയ മനസ്സറിഞ്ഞിട്ടാണ് ഈ ഒരു വിഷയം എന്താക്കേണ്ടുള്ളത് ചൊന്നുകൊണ്ടുള്ളതുകൊണ്ടാണ് എന്താക്കരുത് ചൊല്ലത്. അപ്പം അത്രക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കി സ്നേഹിച്ച ഒരാൾ പിരിസാക്കിയ ഒരാളാണ് ആറ് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ. അതേപോലെ ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹയെ ഒരു ധൈര്യവും അതേപോലെ സഹായമാക്കറെ കുറിച്ച് ഞങ്ങൾ നോക്കുന്നുണ്ട് കണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ അതായത് ഔത്തുൽ തടങ്കലിലാക്കിയിട്ടിരുന്നാർ. അതായത് ശത്രുപക്ഷത്തിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഔത്ത് ചൊത്തു നിന്നിട്ടിരുന്ന സന്ദർഭത്തിൽ ഭക്ഷണം കൊടുത്തു ഇന്നത് ആരായിട്ട് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ആയിട്ട് ഈ ഒരു സന്ദർഭത്തിൽ ശത്രുഘ്ന എന്താക്കിയാറ് ഈ ഭക്ഷണം കൊടുക്കുകയോ തീരെ ചൊന്ന സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഔത്തിടലും അതേപോലെ സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ഔത്തിടലും ഒരു പലകി വെച്ചിട്ട് അതിൽ കൂടിയായിട്ട് പിന്നെ എന്താക്കിയത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്താക്കി വേണ്ടിയിരുന്നത് ഫുഡ് കൊടുത്തു വേണ്ടിയിരുന്നതുകൊണ്ടാണ് ചരിത്രകാരന്മാർ എന്താക്കുന്നത് കാട്ടി തണ്ടത്. അങ്ങനെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൽ പിന്നെ ഭയങ്കര ബേജാറോട് കൂടിയാണ് പിന്നീട് ആര് ജീവിച്ചത് ബഹുമാന സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ജീവിച്ചത്. അതേപോലെ ഇബാദത്തിലുമായിട്ടാണ് പിന്നീട് ജീവിതം ഉണ്ടായത്. സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ഹിജ്റ 50 എന്താ അവിടുത്തെ മുആവിയ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്തിലാണ് എന്താ അവിടുത്തെ വഫാത്ത് അവിടുത്തെ.
മദീനത്തിൽ വെച്ചിട്ടാണ് എന്താവുന്നത് വഫാത്താവുക. അങ്ങനെ ഈ വഫാത്താവിടെ മുന്നോലും ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ കയ്യിലിക്കിടും ചില സമ്പത്തിക്കിടും അതിലുള്ള ഓർവോഹരി ജൂതന്മാരായ കുടുംബത്തെ, അതായത് എല്ലോണഗോ മൂത്തോണഗോ എന്താക്കുന്നതാണ് അതിലുള്ള ഓർവോഹരി എന്താക്കുന്നത് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ കൊടുക്കുന്നത്. അതായത് മുസ്ലിം അല്ലാത്ത ആൾക്കാർക്കും ആ ഒരു കുടുംബ ബന്ധ ചേർക്കലാണ് ആറ് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ഉണ്ടാക്കിയത്. അങ്ങനെ പിന്നീട് എന്താവുന്നത് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ഹിജ്റ 50 എന്താവുന്നത് വഫാത്താവുന്നത്. അങ്ങനെ വഫാത്തായിട്ട് ജന്നത്തുൽ ബഖയിലാണ് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ എന്നൊരു മഖബറ ഉള്ളത്. അപ്പോൾ ഇത്രയായിട്ടേക്ക് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ ഒരു ചരിത്രം ചൊല്ലുന്നത്. അപ്പോൾ ഒരു രാജകുമാരിയായിട്ട് ജനിച്ചിട്ട് പിന്നീട് ഒരുപാട് കഷ്ടങ്ങളും അനുഭവിച്ചിട്ട് സന്തോഷവും കഷ്ടവും എല്ലാം അനുഭവിച്ചിട്ട് അവസാനമായിട്ട് ഒരു ഉമ്മാത്തുൽ മുഅ്മിനീൻ ഏറ്റവും വലിയ പദവി, അതായത് മുഅ്മിനീങ്ങളുടെ ഉമ്മ ആവുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പദവിയാണ്. ആ ഒരു പദവിയും കിട്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ എന്തായത് വഫാത്തായത്. അപ്പോൾ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിമാരിൽ ഒരു പ്രമുഖയായ ഒരു പത്നിയായിട്ട് ഇക്രാർ സൊഫിയ ബീബി റളിയല്ലാഹു അൻഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൂടെ ഞങ്ങളെ എന്താക്കട്ടെ, അങ്ങനെ ഒട്ടിಗೆ നാളെ ജന്നാത്തു നഈം സ്വർഗ്ഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ എന്ന് ചൊല്ലുന്നു. ഇൻഷാ അല്ലാഹ് ഇത്രയായിട്ട് രണ്ടത്തെ ഒരു ചരിത്രം ചൊല്ലത് ബണ്ടെന്നാൾ പുതിയ ചരിത്രമായിട്ട് വേണ്ട അത്രത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.